ഭോപ്പാലിൽ മലയാളി സംഘടനകളുടെ സ്വീകരണ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് തടഞ്ഞു. RSSകാർ പിണറായിയെ തടയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ പോലീസിന്റെ നടപടി. വൈകിട്ട് 5:30 നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് പോകും വഴിയായിരുന്നു സംഭവം. തുടർന്ന് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങി. വിവരങ്ങളുമായി സിജു സുഗതൻ ചേരുന്നു. സിജു, എന്തായിരുന്നു സംഭവിച്ചത്? അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്നതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഭോപ്പാലിലെത്തിയത്. ഭോപ്പാലിലെത്തിയ മുഖ്യമന്ത്രിക്ക് മലയാളി സംഘടനകളാണ് ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചത്. ഭോപ്പാലിലെ BSS എന്ന് പറയുന്ന ഗ്രൗണ്ടിലായിരുന്നു പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്നാൽ വൈകിട്ട് 5:30 ഭോപ്പാൽ പോലീസ് മുഖ്യമന്ത്രിയെ തടയുകയായിരുന്നു. RSSകാർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസുകാർ, മധ്യപ്രദേശ് പോലീസ് മുഖ്യമന്ത്രി തടഞ്ഞു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാതെ തിരികെ പോവുകയാണ് ഉണ്ടായത്. ഭോപ്പാൽ SP പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടിയെന്നാണ് പോലീസുകാർ വിശദീകരിച്ചത്. ഏതായാലും പക്ഷേ പറയുന്നത് RSSകാർ പ്രതിഷേധമുണ്ടാകും, അതുകൊണ്ട് തന്നെ സുരക്ഷാ ഭീഷണി ഉണ്ട്, മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മടങ്ങിപ്പോയത്. മുഖ്യമന്ത്രി ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിയത്. അരുൺ. സിജു സുഗതൻ വിവരങ്ങൾ നൽകിയത്. ശശികല AIADMK തലപ്പത്തേക്ക്. ശശികല AIADMK ജനറൽ സെക്രട്ടറി ആകണമെന്ന് മുതിർന്ന നേതാക്കൾ പോയസ് ഗാർഡനിലെത്തി ശശികലയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. 3 ദിവസങ്ങളായി നിലനിന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ശശികല പാർട്ടി ജനറൽ സെക്രട്ടറിയാകണമെന്ന് നേതാക്കൾ പോയസ് ഗാർഡനിലെത്തി ആവശ്യപ്പെട്ടത്. മന്ത്രിസഭാംഗങ്ങളല്ലാത്ത പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ മധുസൂദനൻ, ചെങ്കോട്ടൻ എന്നിവരെ അടക്കമുള്ളവരാണ് ശശികലയുടെ കാര്യം ആവശ്യപ്പെട്ടതെന്ന് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പനീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ 5 മന്ത്രിമാർ പോയസ് ഗാർഡനിലെത്തി ശശികലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തരും മന്ത്രിസഭാംഗങ്ങളുമായ എടപ്പാടി K പളനിസ്വാമി, ഡിണ്ടിഗൽ C ശ്രീനിവാസൻ, P തങ്കമണി, SV വേലുമണി എന്നിവരുമായി ശശികല കൂടിക്കാഴ്ചയിൽ ധാരണ വരുത്തിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് MGRന്റെ കാലം മുതലുള്ള മുതിർന്ന നേതാക്കൾ ശശികലയെ കണ്ട് പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പനീർസെൽവവും ശശികലയും തേവർ സമുദായങ്ങളാണെന്നതിൽ ഇതിനകം തന്നെ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുണ്ട്. ഗൗണ്ടർ സമുദായാംഗമായ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരയെ മുഖ്യമന്ത്രിയോ പാർട്ടി ജനറൽ സെക്രട്ടറിയോ ആക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് പ്രതിഷേധവും ഉന്നയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന പാർട്ടി ജനറൽ കൗൺസിലാകും ശശികലയുടെ സ്ഥാനാരോഹണം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുക. ശശികലയുടെ ആജ്ഞാനുവർത്തി തന്നെയായ പനീർസെൽവം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയും സർക്കാരും ശശികലയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ആവർത്തിച്ച നടി ഗൗതമി. ശാരീരികമായി ഏറെ തളർന്ന അവസ്ഥയിലായിരുന്ന ജയയുടെ ചികിത്സയിലടക്കം തീരുമാനങ്ങൾ എടുത്തത് ആരാണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്നും ഗൗതമി പറഞ്ഞു. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ഇടനാഴിയിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹതയുണ്ട്. VVIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിച്ചതിലും സംശയം ഉയരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിനം തൊട്ട് മരണം വരെ നീണ്ടു നിൽക്കുന്ന നാളിൽ ശശികലയും അനുചരരും സ്വീകരിച്ച നടപടികൾ. ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായതെന്നാണ് വിവരം. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ, പരിചാരകരായ നഴ്സുമാർ ഇവരാരെന്നും എന്തെന്നും ആശുപത്രി അധികാരികൾ ഇനിയും വ്യക്തമാക്കുന്നില്ല. ജയലളിതയുടെ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും ഉറ്റതോഴി ശശികലയ്ക്കും മാത്രമാണ്. എല്ലാ നിയന്ത്രണങ്ങളും ഇവർക്കാണെന്നിരിക്കെ ഇവർ ഇരുവരും ഇതിനൊന്നും തൃപ്തികരമായ വിശദീകരണം നൽകുന്നുമില്ല. സഹോദരപുത്രി കൂടിയായ ദീപ ജയകുമാർ പലയാവർത്തി ജയലളിതയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ശശികലയുടെ നിർദ്ദേശത്തെ തുടർന്ന് അനുമതി നിഷേധിക്കപ്പെട്ടു. ഡിസംബർ 5 മുമ്പ് ജയലളിത മരണപ്പെട്ടു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും AIADMK വൃത്തങ്ങളുടെ മൗനം കൂടുതൽ സംശയം വർദ്ധിപ്പിക്കുന്നു. എംബാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. VVIP കൂടിയായ ജയലളിതയെ പോസ്റ്റ്മോർട്ടം കൂടാതെ അടക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മൗനാനുമതിയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജയലളിത ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ശക്തിയുക്തം എതിർത്ത ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനുമായി വീണ്ടും അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് AIADMK അണികളിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മറപിടിക്കാനാണ് കഴിഞ്ഞ ദിവസം നടന്ന കുടുംബയോഗത്തിൽ താൽക്കാലികമായെങ്കിലും തൻ്റെ ബന്ധുക്കൾ ഭരണത്തിൽ ഇടപെടരുതെന്ന് ശശികല നിർദ്ദേശം നൽകിയത്.
പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ശശികല ഇത്തരത്തിൽ പെരുമാറിയതെന്നും അധികം വൈകാതെ തന്നെ പഴയ മന്നാർഗുഡി മാഫിയ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഭരണത്തിൽ പിടിമുറുക്കുമെന്നുമാണ് ചെന്നൈയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ വൻ തിരിമറി. എൻട്രൻസ് ജയിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായി കണ്ടെത്തൽ. 2014 മുതൽ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അഡ്മിഷൻ നേടിയതായി സംശയമുണ്ട്. AICTEയുടെ അംഗീകാരം വാങ്ങാതെയാണ് കോളേജുകൾ ക്രമക്കേട് നടത്തുന്നത്. അനധികൃത വിദ്യാർത്ഥി പ്രവേശനത്തിന് സർവകലാശാല അധികൃതർ ഒത്താശ ചെയ്യുന്നതായി സംശയമുണ്ട്. എൻട്രൻസ് ജയിക്കാത്തവരുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം റദ്ദാക്കണമെന്ന് ജെയിംസ് കമ്മിറ്റി. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 13 എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ജെയിംസ് കമ്മിറ്റി നോട്ടീസ് അയച്ചു. എന്ന പേരിലാണ് സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ വൻ തിരിമറി നടക്കുന്നത്. എൻട്രൻസ് ജയിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായി ജെയിംസ് കമ്മിറ്റി കണ്ടെത്തി. AICTEയുടെ അംഗീകാരമുള്ള കോളേജുകൾക്ക് മാത്രമേ NRI പ്രവേശനം നടത്താൻ കഴിയൂ എന്നിരിക്കെ NRK അഡ്മിഷൻ എന്ന പേരിലാണ് എൻട്രൻസ് എഴുതാത്ത വിദ്യാർത്ഥികളെ സ്വകാര്യ കോളേജുകൾ പിൻവാതിലൂടെ പ്രവേശിപ്പിക്കുന്നത്. കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകേണ്ട AICTEയുടെ വ്യവസ്ഥകളിലെവിടെയും NRK വിദ്യാർത്ഥി എന്ന നിർവചനം ഇല്ലെന്നിരിക്കെ സർവകലാശാല അധികാരികളുടെ തന്നെ അനുവാദത്തോടു കൂടിയാണ് അനധികൃത പ്രവേശനം നടക്കുന്നത്. 2014 മുതൽ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അഡ്മിഷൻ നേടിയതായി ജെയിംസ് കമ്മിറ്റിക്ക് സംശയമുണ്ട്. ഇതേ തുടർന്ന് എൻട്രൻസ് ജയിക്കാത്തവരുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം റദ്ദാക്കണമെന്ന് ജെയിംസ് കമ്മിറ്റി സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചു. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 13 എഞ്ചിനീയറിംഗ് കോളേജുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനധികൃതമായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ ഡിസംബറിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഇരുത്തരുതെന്നും ക്രമവിരുദ്ധമായി പ്രവേശനം നേടിയവരുടെ ഹാൾ ടിക്കറ്റ് തിരികെ വാങ്ങണമെന്നും ജെയിംസ് കമ്മിറ്റി സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. എൻട്രൻസ് പോലും ജയിക്കാത്ത വിദ്യാർത്ഥികളെ അനധികൃതമായി സ്വാശ്രയ കോളേജുകൾ പ്രവേശനം നൽകിയതിനും അതിന് സർവകലാശാലയുടെ അനുവാദമുണ്ടായതും സർക്കാർ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. സംഭവത്തിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. DCC പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി. തന്റെ അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അർഹതയുള്ളവർ ധാരാളമുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതല്ല. അതെൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ, എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയാണ്. ധാരാളം പേര് അർഹതയുള്ളവരുണ്ട്. ബാങ്കുകളിലും ATMകളിലും ക്യൂ നിന്ന് ജനങ്ങൾ സമയം നഷ്ടപ്പെടുത്തരുതെന്ന് പ്രധാനമന്ത്രി. ഇന്റർനെറ്റ് ഉപയോഗിച്ച് പണവിനിമയം നടത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് ഉപദേശിച്ചു. ഗുജറാത്തിലെ ഒരു പൊതുചടങ്ങിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നോട്ട് നിരോധനം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നോട്ട് വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കിയതിനിടയിലാണ് വീണ്ടും പൊതുചടങ്ങിൽ നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ലോക്സഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തതുകൊണ്ടാണ് ജനസഭയിൽ സംസാരിക്കുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജനങ്ങൾ ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ ക്യൂ നിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഉപദേശിച്ച പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് ചുവടുമാറണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ നോട്ട് പിൻവലിക്കൽ തീരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നടപ്പാക്കിയതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. सरकार कहती है हम चर्चा चाहते हैं, सरकार कहती है प्रधानमंत्री बोलने के लिए तैयार है, सरकार कहती है प्रधानमंत्री आकर के कहने को तैयार है, लेकिन उनको मालूम है उनका झूठ टिक नहीं पाता है और इसलिए वो चर्चा से भागते हैं. സഭാ നടപടി സുഗമമാക്കണമെന്ന രാഷ്ട്രപതിയുടെ പ്രസ്താവന പ്രതിപക്ഷം ചെവികൊള്ളുന്നില്ലെന്നും 50 ദിവസത്തെ സമയം തരൂവെന്നും ഇതിനുശേഷം രാജ്യം എങ്ങനെ മാറുമെന്ന് കണ്ടറിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീവ്രവാദത്തിനും നക്സലിസത്തിനും വലിയ തിരിച്ചടിയാണ് സർക്കാർ തീരുമാനമെന്നും 100, 50 രൂപ, 20 രൂപ നോട്ടുകൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. എന്തായാലും പ്രധാനമന്ത്രിയുടെ പൊതുചടങ്ങിലെ പുതിയ പ്രസ്താവനയും വരുന്ന സഭാദിനങ്ങളിലും പ്രതിപക്ഷം ശക്തമായി ഉയർത്താൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭോപ്പാലിൽ മലയാളി സംഘടനകളുടെ സ്വീകരണ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് തടഞ്ഞു. RSSകാർ പിണറായിയെ തടയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ പോലീസിന്റെ നടപടി. വൈകിട്ട് 5:30 നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് പോകും വഴിയായിരുന്നു സംഭവം. തുടർന്ന് മുഖ്യമന്ത്രി പരിപാടിയിൽ
പങ്കെടുക്കാതെ മടങ്ങുകയായിരുന്നു. ഇപ്പോൾ ഭോപ്പാലിൽ നിന്ന് PK ശ്രീമതി ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ട്. ടീച്ചർ, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ സാങ്കേതിക കാരണം പറഞ്ഞാണോ അദ്ദേഹത്തെ തടഞ്ഞത്? ഇന്ന് രാവിലെ തന്നെ ചില അസഹിഷ്ണുതയുടെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. റാലി പ്രകടനം അനുവദിക്കില്ല, പൊതുയോഗം മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രകടനം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇവിടെ BJP ആണ് ഭരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് ഇവിടെ ഭോപ്പാലിലുള്ള മലയാളി അസോസിയേഷന്റെ അതിലെ ഒരുപാട് സംഘടനകൾ എല്ലാം കൂടി ചേർന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു സ്വീകരണം കൊടുക്കണമെന്നുള്ള നിലയിൽ പ്രത്യേകമായി ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ഹാളിനകത്ത് നല്ലൊരു ഓഡിറ്റോറിയം. അതിൽ ഒരുപാട് 100 കണക്കിന് മലയാളികളും ഒട്ടേറെ വൈദികന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പങ്കെടുത്തിരുന്ന വലിയ ഒരു പരിപാടിയായിരുന്നു. വലിയ ഒരു പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പകുതി വഴിക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു എന്ന് മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വിശ്വഹിന്ദു പരിഷത്തുകാർ അവിടെ ഗേറ്റിനടുത്ത് ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുറെ പേര് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. വിശ്വഹിന്ദു പരിഷത്തുകാരും RSSകാരും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ഒരു കോപ്പ് കൂട്ടി അവിടെ നിൽക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസുകാർ ഈ റിപ്പോർട്ട് ഈ ഒരു വിവരം അദ്ദേഹത്തെ അറിയിച്ചത്. തീർച്ചയായിട്ടും സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇങ്ങനെയാണെങ്കിൽ പിന്നെ പോലീസിന്റെ നിർദ്ദേശം പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് തീർച്ചയായിട്ടും വരുന്നത് വേറൊരു രീതിക്കായിരിക്കും. ഏതായാലും ഞങ്ങൾ അവിടെ ശക്തമായി പ്രതിഷേധിച്ചു. സുഭാഷിണി അലി, ഞാനും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ 3 പേരും പ്രസംഗിച്ചു. ശക്തമായി ഞങ്ങളിവിടെ പ്രതിഷേധിക്കുകയുണ്ടായി. ഇത് കേരള ജനതയ്ക്ക് തന്നെ ഏറ്റവും വലിയ അപമാനമാണ്. ഈ രീതിയിൽ സംസാരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന ഒരു നിലപാട് മധ്യപ്രദേശ് ഭരിക്കുന്ന BJP ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മറ്റൊരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി വരിക, ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുക, അത് മലയാളികളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോലും പറ്റില്ല, അത് സംസാരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടെന്ന് പറയുന്നത് ജനാധിപത്യ ധ്വംസനവും അങ്ങേയറ്റം ഇൻജസ്റ്റിസുമാണ്. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധം എന്ന് പറയുന്നത് പറയാൻ യഥാർത്ഥത്തിൽ വാക്കുകളിൽ അത്ര കടുത്ത അത്രയും മോശമായിട്ടുള്ള ഒരു അന്യായവും അനീതിയുമാണ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോട് BJPയുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും BJPയുടെ ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ അതിന് മറുപടി പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശക്തമായി അപലപിക്കണം. കേരള ജനത ഒറ്റക്കെട്ടായിട്ട് RSSന്റെയും BJPയുടെയും ഈ ജനാധിപത്യ ധ്വംസനം, ജനാധിപത്യ മര്യാദ കാറ്റിൽ പറത്തുന്ന ഈ ഒരു സമീപനം അങ്ങേയറ്റം അപലപിക്കണം. BJPയുടെയും RSSന്റെയും അസഹിഷ്ണുതയാണ് മലയാളികളോട് ഭോപ്പാലിലുള്ള മലയാളികളോട് സംസാരിക്കാൻ പോലും കേരള മുഖ്യമന്ത്രിയെ അനുവദിക്കില്ല എന്ന ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നിലപാടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. ഇത് അങ്ങേയറ്റം അപലപിക്കേണ്ടതാണ്. കേരള ജനത ഒറ്റക്കെട്ടായിട്ട് ഇതിൽ പ്രതിഷേധിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി മലയാളികളുടെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ എത്തി. ഡിസൈനേഴ്സ് ആറ്റിക് എന്ന വീഡിയോ ഇൻസ്റ്റലേഷന്റെ ഉദ്ഘാടനത്തിനായാണ് ജഗതി ശ്രീകുമാർ എത്തിയത്. നടി ഷീലയോടും മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകരോടും ജഗതി സൗഹൃദം പങ്കുവച്ചു. കുടുംബസമേതമാണ് അദ്ദേഹം മേളയിലെത്തിയത്. മലയാളികളുടെ പ്രിയനടനായ ജഗതി ശ്രീകുമാർ 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മൗന നിറസാന്നിധ്യമായി. ഡിസൈനേഴ്സ് ആറ്റിക് എന്ന വീഡിയോ ഇൻസ്റ്റലേഷന്റെ ഉദ്ഘാടനത്തിലൂടെയാണ് ജഗതി മേളയുടെ ഭാഗമായത്. വീട്ടിൽ നിന്നും കാറിൽ മേളയുടെ പ്രധാന വേദിയിൽ കുടുംബസമേതമെത്തിയ ജഗതി വീൽചെയറിലാണ് വേദിയിലിരുന്നത്. ജഗതി ശ്രീകുമാറിന്റെ സാന്നിധ്യം മേളയ്ക്ക് അനിവാര്യമാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ തന്നെയാണ്. അമ്പിളിച്ചേട്ടൻ ഇവിടെ വന്നു എന്നുള്ളത് തന്നെയാണ് ഈ ദിവസത്തിന്റെ ഈ മേളയുടെ തന്നെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കണക്കാക്കുന്നത്. വേദിയിൽ ജഗതിയുടെ അടുത്തിരുന്ന് സംസാരിച്ച നടി ഷീലയോട് നല്ല ശ്രോതാവായി അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് വീഡിയോ ഇൻസ്റ്റലേഷൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പമിരുന്നാണ് ജഗതി ദൃശ്യാവിഷ്കാരം കണ്ടത്. പഴയകാല നോട്ടീസുകൾ, ആദ്യകാല സിനിമാ പോസ്റ്ററുകൾ, പാട്ടുപുസ്തകങ്ങൾ എന്നിവയും പുതിയകാല പരസ്യ സങ്കേതങ്ങളും സമന്വയിപ്പിച്ചതാണ് ദൃശ്യാവിഷ്കാരം. ഇതിനായി മേളയിൽ ജഗതിയുടെ സാന്നിധ്യം കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു ആരാധകരും. എസ് ഷീജ, തിരുവനന്തപുരം.
കേരളത്തിലെ വിവരാവകാശ പ്രവർത്തകർക്കുള്ള സ്വരാജ് പുരസ്കാരങ്ങൾ പാലക്കാട് നടന്ന ചടങ്ങിൽ VS അച്യുതാനന്ദൻ വിതരണം ചെയ്തു. വിവരാവകാശ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജോയ് കൈതാരം, അഡ്വക്കേറ്റ് DB ബിനു എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. സമഗ്ര സംഭാവനയ്ക്ക് MA പൂക്കോയ്ക്ക് പ്രത്യേക പുരസ്കാരവും മലബാർ സിമന്റ്സ് കമ്പനി സെക്രട്ടറിയായിരുന്ന V ശശീന്ദ്രന്റെ കുടുംബത്തിന് അഴിമതിക്കെതിരെയുള്ള വിസിൽ ബ്ലോവർ പുരസ്കാരവും കൈമാറി. താരേക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സാറ ജോസഫ്, NP രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു.